ചെറിയം ദ്വീപിൽ നിന്ന് തിരിച്ച് കൽപ്പേനിക്ക് പോകുന്ന വഴിയാണ്. ബോട്ടിൽ കയറി കഴിഞ്ഞു. ബോട്ടിൻ്റെ ഡ്രൈവറെല്ലാം റെഡി. നമ്മുടെ ആൾക്കാരെല്ലാം വന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ഇപ്പം കയറും. കണ്ടല്ലോ ലക്ഷദ്വീപിൻ്റെ ചെറിയം ദ്വീപിൻ്റെ ഒരു മനോഹാരിത. നല്ല രസമാണ്. ഇവിടെ ആൾ താമസമൊന്നുമില്ല. ക്രിക്കറ്റ് ബാറ്റൊക്കെ ഇരിപ്പുണ്ട്. ഞങ്ങൾ കളിയെ കഴിഞ്ഞ് തിരിച്ചു പോകണം. എന്തായാലും ഞങ്ങൾക്ക് ഇന്നത്തെ ഉച്ചത്തെ ഊണും കളിയും നടത്തിയ ചെറിയം ദ്വീപിന് വിടാം. അവിടെ നിന്ന് ഞങ്ങൾ മടങ്ങുകയാണ്. വീണ്ടും വരും ഉറപ്പായിട്ട്. ഈ സ്ഥലത്ത് മറ്റൊരിക്കൽ കൂടി വരണം. ഞങ്ങളുടെ ഈ ബോട്ടിൻ്റെ ഡ്രൈവർ ആൾ നല്ല ഫണ്ണിയാണ്. പുള്ളി നല്ല കോമഡിയൊക്കെ പറഞ്ഞ് നമ്മൾ ചിരിപ്പിക്കുന്നുണ്ട്. ഇവിടുത്തെ നിവാസിയാണ്. പുള്ളിയെ കാണാൻ മൂഡിങ് ലുക്കാണ്. നല്ല സ്റ്റൈലിഷ് ആളാണ് പുള്ളി. തലക്കോട്ട കിട്ടി നിൽപ്പുണ്ട്. ഞങ്ങൾ അധികം താമസിയാതെ അങ്ങോട്ട് എത്തും. ഇത് ഈ കടലിനടിയിലേക്കുള്ളൊരു വ്യൂ ആണിത്. ഇവിടെ ആഴം വളരെ കുറവാണ്. പക്ഷേ ഭയപ്പെടുത്തുന്ന ഒരു വേഗതയിൽ പുള്ളി പോകുന്നെങ്കിലും പേടി തോന്നുന്നില്ല. അടിഭാഗം കാണാൻ പറ്റും. ഞങ്ങളങ്ങനെ അങ്ങ് അകലത്തായിട്ട് സംഭവം കണ്ടു. കൽപ്പേനി ദ്വീപ് കാണാം. നേരെ അതിലേക്ക് തന്നെ ഫോക്കസ് ചെയ്ത് പുള്ളി പോയിക്കൊണ്ടേയിരിക്കുകയാണ്. അധികം താമസിയാത്ത സുഹൃത്തുക്കളെ ഞങ്ങൾ അവിടെ എത്തിച്ചേരും. ഏകദേശം ആ ഒരു റേഞ്ചിലെത്തി. ഇനി അവിടെ ഒരു ലൈറ്റ് ഹൗസ് ഉണ്ട്. അതേ അവിടെ ദൂരെ കാണാൻ പറ്റും. അത് ഉടനെ എത്തിയാൽ കാണാൻ പറ്റും. അവിടെ 5 മണി വരെ കയറ്റി വിടുള്ളൂ. മണി 5 ആവാറായി. എന്തായാലും അത് കാണാൻ പറ്റുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. എത്ര വേഗം ഞങ്ങൾ കരയിലിറങ്ങും. കണ്ടല്ലോ, ക്രിസ്റ്റൽ ക്ലിയർ വാട്ടർ. കുഞ്ഞുങ്ങൾക്ക് ഇറങ്ങി കളിക്കാൻ തക്ക ഒരു സ്ഥലം. ആടിപ്പൊളി എന്ന് പറഞ്ഞാൽ ആടിപ്പൊളി. ഒരാളവിടെ ഇറങ്ങി എന്തൊക്കെയോ സംഭവം നോക്കുന്നുണ്ട്. ഞങ്ങൾ ആ തീരത്തേക്ക് അടുത്തിട്ടുണ്ട്. അവിടെ ഇറങ്ങി ഇനി കണ്ട് ലൈറ്റ് ഹൗസ് കണ്ട ശേഷമായിരിക്കും റൂമിലോട്ട് പോവുക. ബൈ.